നമസ്കാരം. വിരാട് കോഹ്ലിയും അനുഷ്കയും അവരുടെ മക്കളും ഇവരെ വളർത്തുന്ന ഒരു രീതി ഒരു പ്രത്യേക രീതിയാണെന്ന് പറയണം. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തിട്ടുമുണ്ട് ഇതിനു മുൻപ്. കാരണം വിരാട് കോഹ്ലിയും അനുഷ്കയും വിവാഹത്തിന് ശേഷം കുറേയധികം സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിന്ന താരങ്ങളായിരുന്നു. ചിത്രങ്ങൾ പങ്കുവയ്ക്കുന്നു, യാത്രകൾ പോകുമ്പോൾ പറയുന്നു, പ്രേക്ഷകരുടെ അടുത്തും ആരാധകരെയും എല്ലാം അറിയിക്കുന്നു, അങ്ങനെയായിരുന്നു. ആദ്യ മകളുടെ ജനനത്തോടെ തന്നെയാണ് ഇവരുടെ ഈ പ്രൈവസി മാനിച്ചുള്ള ചില പോസ്റ്റുകളൊക്കെ തന്നെയും പരിമിതികളായി മാറിയത്. ഇതിനുശേഷം തന്നെ പലരും ഇത് പിന്നാലെ നടത്തി എന്ന് വേണം പറയാൻ. പിന്നാലെ അനുഷ്കയും വിരാടും കാണിക്കുന്നത് പോലെ തന്നെ കുഞ്ഞുങ്ങളെ കുറച്ച് സ്വകാര്യതയോടെ വളർത്താൻ എല്ലാ താരങ്ങളും ഇതുപോലെ തീരുമാനിക്കുകയായിരുന്നു. ആദ്യത്തെ കുഞ്ഞിനെ സ്വീകരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഇപ്പോൾ ദീപിക പടുക്കോണും രൺവീർ സിംഗും. 2018 വിവാഹിതരായ ഇരുവർക്കും വിവാഹം കഴിഞ്ഞ 6 വർഷങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ ഒരു കുഞ്ഞ് പിറക്കാൻ പോകുന്നത്. കരിയറിലെ തിരക്കുകളിലായിരുന്ന ഇരുവരും ഇപ്പോഴാണ് അച്ഛനമ്മമാരാകാൻ തീരുമാനിച്ചതെന്നത് വ്യക്തം. ബോളിവുഡിൽ ഇപ്പോൾ ഏറ്റവും താരമൂല്യമുള്ള നടി കൂടിയാണ് ദീപിക പദുക്കോൺ. റിലീസുകളുടെ ഒരു താരനിര തന്നെ താരത്തിന് പിന്നാലെയുണ്ട്. 2 വർഷങ്ങളിൽ ദീപികയ്ക്കുണ്ടായത് വലിയ ഒരു നിര തന്നെയായിരുന്നു. വിവാഹം കഴിഞ്ഞ നാൾ മുതൽ താരങ്ങളോട് കുഞ്ഞിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾ ഒരുപാട് വന്നിട്ടുമുണ്ട്. എന്നാൽ രണ്ടുപേരും ഇതിനെക്കുറിച്ചുള്ള കാര്യമൊന്നും തന്നെ പുറത്തു വന്നിട്ടില്ലായിരുന്നു. ദീപിക ഗർഭിണിയാണെന്ന വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ സോഷ്യൽ മീഡിയയിൽ തന്നെ ചില അധിക്ഷേപങ്ങളും നടിക്ക് കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. ദീപിക യഥാർത്ഥത്തിൽ ഗർഭിണി അല്ലെന്ന് പോലും നിരവധി പേർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വാടക ഗർഭധാരണം വഴിയാണ് കുഞ്ഞിനെ സ്വീകരിക്കുന്നത് എന്ന് വരെ വാദങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ദീപിക ഒരിക്കലും ഗർഭിണിയല്ല, ഗർഭിണിയാണെന്ന് എല്ലാവരും തെറ്റിദ്ധരിപ്പിക്കുകയാണ്. വാടക ഗർഭത്തിലൂടെ ആയിരിക്കാം ദീപികയും രൺവീറും ഇനി കുഞ്ഞിനെ എടുക്കാൻ പോകുന്നതെന്നൊക്കെ നിരവധി വാർത്തകളൊന്നുണ്ടായിരുന്നു. എന്നാൽ അതിനുശേഷം തന്നെ തന്റെ കുട്ടി ബമ്മിനെ കാണിച്ചുകൊണ്ടായിരുന്നു എപ്പോഴും ദീപിക വസ്ത്രങ്ങൾ ധരിക്കാറുണ്ടായിരുന്നത്. അതുവരെ വയറൊക്കെ മറച്ചു വെച്ച് നടന്ന ദീപിക പിന്നീട് വയറ് കാണിക്കാൻ തുടങ്ങിയപ്പോൾ എല്ലാവർക്കും വിശ്വാസമായി. എന്നാൽ താരം ഇതേക്കുറിച്ചൊന്നും തന്നെ ആദ്യമൊന്നും പ്രതികരിച്ചുമില്ലായിരുന്നു. കുറച്ചു കാലമായി തന്നെ തന്നെക്കുറിച്ച് വരുന്ന ഗോസിപ്പുകളെ ദീപിക അവഗണിക്കാറാണ് പതിവ് എന്നത് നമ്മൾ കാണാറുണ്ട്. കുഞ്ഞിന്റെ കാര്യത്തിൽ ദീപികയും രൺവീർ സിംഗും ചില തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ടെന്നുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത്. പാപ്പരാസി ക്യാമറകൾ മുന്നിലാണ് പൊതുവിടങ്ങളിൽ മിക്കപ്പോഴും ബോളിവുഡ് താരങ്ങൾ എത്താറുള്ളത്. താരങ്ങളുടെ മക്കളും ചെറുപ്രായത്തിൽ തന്നെ ലൈംലൈറ്റിൽ തിളങ്ങുന്നവരാണ്. എന്നാൽ ചില താരങ്ങൾ മക്കളുടെ സ്വകാര്യത കണക്കിലെടുത്ത് പാപ്പരാസികൾക്ക് മുന്നിൽ നിന്നും മക്കളെ മാറ്റി നിർത്തുന്നുണ്ട്. ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോൾ കാണുന്ന രീതിയിൽ അനുഷ്കയും വിരാട്ടും വളർത്തുന്നത്. ഈ 2 മക്കൾ ഇപ്പോൾ എവിടെയാണെന്ന് പോലും അറിയില്ല. രണ്ടാമത്തെ മകൻ ജനിച്ച സമയത്ത് ഇവർ അതീവ രഹസ്യമായിട്ടായിരുന്നു അത് കൊണ്ടുപോയത്. അനുഷ്ക രണ്ടാമത് ഗർഭിണിയാണെന്ന് പോലും പലരും അറിഞ്ഞില്ല എന്നതാണ് വാസ്തവമായി പറയേണ്ട കാര്യം. പല അഭ്യൂഹങ്ങൾ അവിടെയും ഇവിടെയും ഉണ്ടെങ്കിലും അനുഷ്കയെ കണ്ടപ്പോൾ ഒരാൾക്ക് പോലും സംശയം തോന്നിയില്ല. എന്നാൽ വിദേശത്ത് എവിടെയോ ആണ് ഇപ്പോൾ അനുഷ്കയും മക്കളും. അത് വിരാട് കോഹ്ലിയോ അനുഷ്കയോ ഇതുവരെ തുറന്നു പറഞ്ഞിട്ടുമില്ല. മക്കളുടെ ഒരു ചിത്രം പോലും പങ്കുവെക്കാറില്ല. അവർ തിരിഞ്ഞു നിൽക്കുന്ന ചിത്രം പോലും കാണിക്കാതെയാണ് മക്കളെ വളർത്തുന്നത്. അവർ 2 താരങ്ങളുടെ മക്കളാണെന്ന് അറിയിക്കാതെയാണ് അവരെ വളർത്തുന്നത്. അതുപോലെയാണ് ഇനിയുള്ള താരങ്ങളും കൂടി തീരുമാനമെടുക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ മക്കളുടെ ഫോട്ടോ പോലും ഇവർ പങ്കുവയ്ക്കാറില്ല. ദീപികയും രൺവീറും ഇക്കാര്യത്തിൽ എന്ത് തീരുമാനമെടുക്കുമെന്നുള്ള കാര്യമാണ് ആരാധകരുടെ അടുത്ത ചോദ്യം. ഇതേക്കുറിച്ചുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. കുഞ്ഞിന്റെ ഫോട്ടോ താരദമ്പതികൾ പുറത്തുവിടുമോ എന്നതാണ് അടുത്ത വൃത്തങ്ങൾ പറയുന്നത്. രണ്ടുപേരും അവരുടെ സന്തോഷങ്ങളും ദുഃഖങ്ങളും തുറന്നു പങ്കുവച്ചിട്ടുമുണ്ട്. അവർ തുറന്ന് സംസാരിക്കുന്നവരാണ്. സോഷ്യൽ മീഡിയയിൽ തന്നെ ആക്റ്റീവായിട്ടുള്ള 2 പേരാണ്. കുഞ്ഞ് പിറന്ന ആദ്യത്തെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം കുഞ്ഞിന്റെ മുഖം ആരാധകരിൽ നിന്നും മീഡിയയിൽ നിന്നും പാപ്പരാസികളിൽ നിന്നുമൊക്കെ മറച്ചു വച്ചേക്കില്ല എന്നാണ് അടുത്ത വൃത്തങ്ങൾ പറയുന്നത്. കുഞ്ഞ് ഒന്ന് ആരോഗ്യസ്ഥിതിയിൽ മെച്ചപ്പെട്ട് വന്നു കഴിഞ്ഞാൽ, കുഞ്ഞിന് കുറച്ച് മാസങ്ങൾ ആയിക്കഴിഞ്ഞാൽ അവരെ ക്യാമറയ്ക്ക് മുന്നിൽ കാണിക്കുന്ന ഒരു പതിവ് താരങ്ങളുടെ ഇടയിലുണ്ട്. എന്നാൽ രണ്ടാമത്തെ മകന്റെ ചിത്രങ്ങൾ ഇതുവരെ പുറത്തുവിടാത്ത വിരാട് കോഹ്ലി അനുഷ്ക ദമ്പതികളോടാണ് ഈ ചോദ്യം. എന്തുകൊണ്ട് നിങ്ങൾ മക്കളുടെ ചിത്രം ഞങ്ങളെ കാണിക്കുന്നില്ല എന്ന്, ഞങ്ങൾ ആരാധകരെ വേണ്ടേ എന്നൊക്കെയുള്ള ചോദ്യങ്ങളാണ് പ്രേക്ഷകർ അവരോട് ചോദിക്കുന്നത്. മക്കളുടെ ഫോട്ടോ ഇതുവരെയും പുറത്തുവിടാത്ത താരദമ്പതികൾ ബോളിവുഡിൽ ഉടനീളമുണ്ട്. നടി അനുഷ്ക ശർമ്മ ഇതിന് വലിയൊരു ഉദാഹരണം തന്നെയാണെന്ന് പറഞ്ഞേ മതിയാകും. 2 കുട്ടികളുടെ അമ്മയായ അനുഷ്ക ഇതുവരെയും മക്കളുടെ ഫോട്ടോ പുറത്തുവിട്ടിട്ടില്ല. നമ്മൾ ആരും ഇതുവരെ അവരെ കണ്ടിട്ടില്ല. അനുഷ്കയുടെ ഭർത്താവ് ക്രിക്കറ്റ് താരം വിരാട് കോഹ്ലി ലോകമൊട്ടാകെ അറിയുന്ന ഒരു വലിയൊരു ആരാധക വൃദ്ധമുള്ള ഒരു വ്യക്തിയാണ്. താരത്തിന്റെ കുഞ്ഞിന്റെ മുഖം കാണാൻ ആഗ്രഹിക്കുന്ന ആരാധകരും വളരെയധികം ഏറെയാണ്. എന്നാൽ കുഞ്ഞിന്റെ ഫോട്ടോ പുറത്തുവിട്ടാൽ നിയമ നടപടി സ്വീകരിക്കുമെന്നാണ് മീഡിയകൾക്ക് അനുഷ്കയും കോഹ്ലിയും മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവർ എവിടെയെങ്കിലും എത്തിക്കഴിഞ്ഞാൽ ഇവർ 2 പേരുടെയും ചിത്രങ്ങൾ പുറത്തുവിടുന്നതിൽ കുഴപ്പമില്ല. പക്ഷെ മറിച്ച് കുഞ്ഞു കയ്യിൽ ഉണ്ടെങ്കിൽ കുഞ്ഞിന്റെ ചിത്രം പുറത്തുവിട്ട് കഴിഞ്ഞാൽ നിയമ നടപടി എടുക്കാനുള്ള വകുപ്പ് അവരുടെ പക്കൽ ഉണ്ട്. വാമിക അഖായ് എന്നിങ്ങനെയാണ് അനുഷ്കയുടെയും വിരാടിന്റെയും 2 മക്കളുടെ പേര്. 2021 മൂത്ത മകൾ വാമിക ജനിച്ചത്. ഈ വർഷമാണ് മകൻ
വാക്കായി ജനിച്ചത്. സിനിമാ രംഗത്തു നിന്നും ഏറെക്കാലമായി മാറി നിൽക്കുകയാണ് അനുഷ്ക. അനുഷ്കയുടെ മക്കളെക്കുറിച്ചുള്ള ഒരു വിവരവും ബോളിവുഡ് മാധ്യമങ്ങൾക്ക് പോലും ലഭിക്കാറില്ല. കരീന കപൂർ, ഐശ്വര്യ റായ് തുടങ്ങിയവരുടെ മക്കൾ ഏത് സ്കൂളിലാണ് പഠിക്കുന്നതെന്ന് വരെ ആരാധകർക്ക് കാണാപ്പാഠമാണ്. എന്നാൽ അനുഷ്കയും മക്കളും ഇന്ന് ഇന്ത്യയിൽ ഉണ്ടോ എന്ന് പോലും വ്യക്തമല്ല. താരം കുടുംബത്തോടൊപ്പം വിദേശത്തേക്കാണ് താമസിക്കുന്നതെന്നും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ റിപ്പോർട്ട് വന്നിരുന്നു. എന്നാലും വിദേശത്താണെങ്കിൽ എവിടെയാണെന്നും ഇനി അവർ അവിടെ തന്നെ ആയിരിക്കുമോ എന്നുള്ള കാര്യങ്ങൾ പോലും ഇതുവരെ തീർച്ചപ്പെടുത്തിയിട്ടില്ല.